ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് പറയുക? ഇല്ല, ഭൗതിക ദാരിദ്ര്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഭൗതിക ദാരിദ്ര്യം സ്വാഭാവികമായി പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഒരു ദാരിദ്ര്യമാണെങ്കിൽ അതിനോട് മനുഷ്യൻ സമരം ചെയ്യുന്നതിലൊരർത്ഥമുണ്ട്. രത്നഗർഭയായ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ദാരിദ്ര്യവും സ്വാഭാവികമല്ല. അതെ, അല്ല, ഇന്ന് ഭൗതിക ധാരാളിത്തം. മറ്റത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച ഈ മുളകും ഈ പുളിയും ഒക്കെ ചേർത്ത് കഴിച്ചത് ദാരിദ്ര്യം കൊണ്ടാണ് എന്നതാണ്. അതാണ് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നവർ ബന്ധങ്ങളെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടം ഭൗതിക ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം. നമ്മുടെ ഇത് രണ്ടും ആ കാലഘട്ടത്തെ എടുത്തു പറഞ്ഞാൽ ശരിയല്ല. കാരണം കേരളത്തിൽ ഒരിക്കലും എടുത്തു നോക്കിയാൽ, ഇന്ത്യയിൽ ഒരിക്കലും എടുത്തു നോക്കിയാൽ ഇതര പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്നത് പോലുള്ളൊരു അന്തരം സമ്പന്നനും ദരിദ്രനും തമ്മിലില്ല. ഇപ്പോഴുണ്ടായി വരുന്നുണ്ട്. ജനാധിപത്യവും സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ വളർന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ദരിദ്രനും സമ്പന്നനും തമ്മിലുള്ള അകലം വളരെയാണ്. എന്നാൽ ഞാൻ പറഞ്ഞ കാലഘട്ടങ്ങളിൽ സമ്പന്നനും ദരിദ്രനുമായുള്ള അകലം ഇത്രയും വലുതല്ല. കാരണം ഞാനീ പറഞ്ഞതിൽ കൈപൊക്കിയവരൊക്കെ ഏതാണ്ട് ആ കാലഘട്ടത്തിലെ മാടമ്പിമാരുടെയും ഇടത്തരക്കാരുടെയും കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് വന്നവരല്ല. അവരുടെ വീട്ടിലെ ആഹാരമാണ് ഞാനീ പറഞ്ഞത്. മനസ്സിലായില്ല? 500 പറ നിലവും 1000 പറ എന്നൊക്കെയാണ് പറയേണ്ടത് ഒക്കെ ഉണ്ടായിരുന്ന കുടുംബങ്ങളിൽ നിന്ന് ഈ കൈ ഇങ്ങനെ അങ്ങ് പൊക്കിയത്. അത് ഞാൻ മറന്നിട്ടില്ല. അതെൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ ആയുധം എടുത്താൽ തിരിച്ചെടുക്കാൻ. അവിടെ നിന്നുള്ളവരെ കൈപൊക്കിയവരെല്ലാം. കാരണം നിങ്ങളൊക്കെ വന്നിരിക്കുന്ന കുടുംബങ്ങളൊക്കെ ഏതാണ്ട് എനിക്കറിയാം. നിങ്ങളുടെ ആസ്തി എന്തായിരുന്നു എന്നും എനിക്കറിയാം. ഇന്ന് പരമദരിദ്രമായി മറ്റു പലരുമൊക്കെ അടിച്ചു കയറി മുന്നോട്ട് പോയി എന്നുള്ളതും എനിക്കറിയാം. കാരണം നിങ്ങളുടെ അച്ഛനമ്മമാർ ചെയ്യുകയില്ലാത്ത പണികൾ ചെയ്യാനുള്ള മടിയും അതേസമയം അത് ചെയ്താൽ കുഴപ്പമില്ലെന്നുള്ള അന്യരായ ചിലരുടെ ചിന്തയും കൊണ്ട് റിയൽ എസ്റ്റേറ്റും ബഹളവും ഒക്കെ വന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും സമ്പത്തിൻ്റെ പുതിയ ധാരകൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ അന്നത്തെ സമ്പന്നരായ ആളുകൾ എന്തുകൊണ്ട് ദരിദ്രരെ പോലെ ലളിതമായി ജീവിച്ചു? അത് ദാരിദ്ര്യം കൊണ്ടല്ല. എന്തിനാണ് കർക്കിടക മാസത്തിൽ ഇറങ്ങി താള് പറിച്ചു കൊണ്ടുവന്ന് മോരിലോ അല്ലാതെയോ കറി വെച്ചു കൂട്ടിയത്? സാധനം മേടിച്ചുണ്ടാക്കാൻ കഴിവില്ലായിരുന്നോ? താളും തകരയൊക്കെ തിന്നണമായിരുന്നോ? അന്നത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നത് കൊണ്ടാണ്. നിങ്ങളിന്ന് ധാരാളിത്തം കാണിക്കുന്നുവെങ്കിൽ അത് അന്നത്തെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണ്, അല്ല കാശുള്ളത് കൊണ്ടല്ല. അതിൻ്റെ ആ ക്രക്സ് നിങ്ങൾക്ക് പിടികിട്ടിയോ എന്ന് എനിക്കറിയില്ല. ദരിദ്രരായിരുന്നു അന്ന് കഴിച്ചിരുന്നതെങ്കിൽ ഞാനിങ്ങനെ പറയില്ല.
1000 ഏക്കർ വയലും 100 പണിക്കാരും കയറിയിരുന്ന ആട്ടുകെട്ടിലും ഒക്കെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവർ ചെമ്പു ചോറ്റുപാത്രത്തിൽ ഇലയിൽ ഒക്കെ ചോറ് കൊണ്ടുപോയി കഴിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന് പറയിപ്പിച്ച് കഴിഞ്ഞിട്ടാണ്, കൈപൊക്കി സമ്മതിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അത് ദാരിദ്ര്യമല്ല, അറിവുകൊണ്ട് മാത്രമാണ്. എത്ര പനി വന്നിട്ടുണ്ട് ആ കൈപൊക്കിയവർക്ക്, എത്ര വയറിളക്കം വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ഈ പ്രായത്തിലെങ്കിലും നിങ്ങളെ അധികമായി ബാധിക്കുന്നുണ്ടോ? ബാധിക്കും. എങ്ങനെയുണ്ടെന്നറിയാൻ അവർ കൊണ്ടുവച്ചത് വല്ലപ്പോഴും കഴിക്കുമ്പോൾ പെട്ടെന്നുണ്ടാവും. കാരണം നിങ്ങൾ അറപ്പോടെയാണ് കഴിക്കുന്നത്. അച്ഛൻ ഞാൻ എന്താടി ഞാൻ എന്ന് കർണാടക മാഷി ചോദിക്കും. അതച്ഛ സ്പെഷ്യലാണ്, ഞാൻ എന്താണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അറിയാതെ ഒരു കഷ്ണം ഇങ്ങോട്ടെന്നേ നോക്കട്ടെന്ന് പറഞ്ഞ് മേടിച്ചു വയലിടും. പിറ്റേ ദിവസം വയറിളക്കം തുടങ്ങും, ഗ്യാസ് കയറും. ഉടനെ പയ്യന്നൂർക്കോ സ്ഥലത്തോ കിട്ടാവുന്ന മരുന്ന് ഏതാണെന്ന് വെച്ചാൽ മേടിച്ച് കഴിക്കാനായിട്ട് പോകും. അത് കഴിച്ച് കഴിയുമ്പോൾ ഇത് വേറൊന്ന് കുളമാവും. ആം ഐ റൈറ്റ്? കാരണം ഇത് അറപ്പോടെയാണ് കഴിക്കുന്നത്. കാരണം ഇതിൽ പല ആഹാരങ്ങളും, അതും ചാനലിൽ നോക്കി ചിലപ്പം മകളോ മകനോ മകൻ്റെ ഭാര്യയോ ഒക്കെ ചിലപ്പോൾ ചാനലിലോട്ട് നോക്കിക്കൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റൗവും ഒക്കെ ടി വിയുടെ മുമ്പിലോട്ട് കൊണ്ടുവച്ച് അതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കും. മനോഹരൻ എന്നെ വിളിച്ച് പറഞ്ഞതാ കഴിഞ്ഞ ആഴ്ച, വയറ് മുഴുവൻ കുളവായി സ്വാമി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണം ഒന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. പിളക്കി ഇതുണ്ടാക്കും. അതിനകത്ത് ചേർക്കുന്ന ചേരുവയൊക്കെ രസമാണ്. മീൻ 1 കഷ്ണം, പാല് 2 കപ്പ്, വിരുദ്ധമാണ് മുഴുവൻ. ഇത് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൊച്ചിന് താരൻ, 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ചെവിക്ക് താഴേക്ക് കൂടുതൽ പൊടിപ്പ്, കുറച്ച് കഴിഞ്ഞപ്പം ദേഹത്തുനിന്ന് ചൊറിഞ്ഞാൽ പൊടി താഴെ വീഴുന്നു. നേരെ ആശുപത്രിയിലേക്ക് അവിടുന്ന് കൊടുത്ത് ഓയിൻമെൻറ്റും മരുന്നും ഇത് സബ്സൈഡ് ചെയ്യിച്ചപ്പോൾ ലിവർ കേടായി, ലിവർ ഫാറ്റിയായി. അപ്പോൾ ഓടി. ഇപ്പോൾ കൊച്ചെവിടെ ഇരുന്നാലും പൊടി വീണുകൊണ്ടിരിക്കുക. മിടുക്ക് കുറവായതുകൊണ്ടാണ്. ഈ വീഴുന്ന പൊടി വെളുത്തതായതുകൊണ്ട് വാരി വെച്ച് ഭസ്മം വരുന്നതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആൾ കൂടിയനെ. നിങ്ങൾക്ക് എന്നോട് നല്ല അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്, എങ്ങനെയാണ്? അന്നം മനസ്സാണ്. അന്നമാണ് മനസ്സ്. അന്നം അതീവ ലളിതവും അകൃത്രിമവുമായിരിക്കണം. അന്നത്തിൽ ഏറ്റവും വലിയ ദോഷവും ആശ്രയമാണ്. അന്നവും ജലവും ചിന്തകളെ, വികാരങ്ങളെ, വിചാരങ്ങളെ, സ്പർശനങ്ങളെ, സാമീപ്യങ്ങളെ സ്വീകരിക്കുന്നതാണ്, പ്രതിഫലിപ്പിക്കുന്നതാണ്, പ്രകടിപ്പിക്കുന്നതാണ്. വ്യക്തിയുടെ മനസ്സിന്റെ അന്തർഗതത്തിനനുസരിച്ച് അന്നം സ്വഭാവം മാറ്റുന്നതാണ്.
ഇതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു കറവക്കാരനെ വിളിച്ച് പാല് കറന്നു കൊണ്ടുവരാൻ പറഞ്ഞാൽ അവൻ പാല് കറന്നു കൊണ്ടുവരുമ്പോൾ അതെടുക്കുന്ന തള്ള പറയും, നാളെ മുതൽ അവൻ കറക്കണ്ട, കാരണം അതിന് മുശുകുണ്ടെന്ന് പറയും. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഒരു വീട്ടിൽ ഒരമ്മ ഉപ്പുമാങ്ങ ഇട്ടാൽ അതിന് ശവത്തിൻ്റെ ഗന്ധവും വികല രുചിയും ഉണ്ടായാൽ അടുത്ത തവണ മുതൽ അവളുടെ മാങ്ങ കഴുകിയിട്ടുണ്ടാകും, ആ വേലക്കാരിയോ അമ്മയോ. അടച്ചു കെട്ടിവെച്ച മാങ്ങയിൽ പുഴു ധാരാളം വന്നാലും പറയും, മാങ്ങയല്ലേ അതിൽ പുഴു വരും, അതിനെന്താ അടുപ്പത്തേക്ക് വെച്ച് കടുക് വറുത്ത് കൂട്ടുക എന്ന് പറയല്ല. ഇന്നാണേ അങ്ങനെ പറയും, മാങ്ങയിലെ പുഴു മാങ്ങ. അതിനാ വെള്ളമൊക്കെ കൂടെ എടുത്ത് തുണിയിലരിച്ചാൽ കടുക് വറുക്കുക. കടുക് വറുക്കുമ്പോൾ എല്ലാം പോകുന്നു. അല്ലേ? അങ്ങനെയല്ലേ? നാരങ്ങാക്കറി മുഴുവൻ പുഴുവായി. ഇതിന് സാരമൊന്നുമില്ല, നമ്മൾ മുളകരച്ച് ചേർത്തില്ലല്ലോ. നീ കുറച്ച് മുളക് പൊടി മേടിച്ചുകൊണ്ട് പോവാ, ഞാൻ പണി കാണിച്ചു തരാം. അതും കൂടി ഇട്ട് അടുപ്പത്തേക്ക് വെച്ച് ഇളക്കി വാങ്ങിയാൽ പുഴുന്നോടില്ല, വിളമ്പുന്ന സ്വാദിഷ്ടമായി അടിക്കില്ലേ? എന്താ തലയ്ക്ക് കൈ കൊടുക്കുന്നു? ഞാൻ നുണ പറഞ്ഞതാണോ? ആ, ഇത്രയേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് ഈ പുഴു വരുന്നത്? എങ്ങനെയാണ് ഇത് വരുന്നത്? ഒരു വാഴക്കൊല വെട്ടിക്കൊണ്ടുവന്നാൽ അതിൻ്റെ കാളാമുണ്ടൻ അവസാനം വെട്ടിക്കറ പോയ ആ വെട്ടിയവൻ വെട്ടിവെച്ചാൽ ചിലത് കരിയുകയുള്ളൂ. 30 ദിവസം നിന്നാലും പഴുക്കില്ല. അത് കരിയാൻ തുടങ്ങുമ്പോൾ വേറൊരുത്തൻ വന്ന് അതിൻ്റെ അറ്റം ഒന്ന് മുറിച്ചാൽ പിറ്റേ ദിവസത്തേക്ക് പഴുക്കുകയും ചെയ്യും. വൈ? ഇതിൻ്റെയൊക്കെ ഉത്തരമാണ് നിങ്ങളുടെ ശാസ്ത്രങ്ങളും ഭൗതികതയും കണ്ടെത്തേണ്ടത്. വീട്ടിൽ ചെന്ന് ഇന്ന് വൈകുന്നേരം തന്നെ ഒരു 101 മുളകെടുത്ത് നിങ്ങളിൽ ഓരോരുത്തരെയും, ഒരുത്തനെ ഒഴിഞ്ഞൊരു 101 മുളക് അടുപ്പിലിടുക, വേറൊരുത്തനെ ഒഴിഞ്ഞൊരു 101 മുളക് അടുപ്പിലിടുക, മറ്റൊരുത്തനെ ഒഴിഞ്ഞൊരു 101 മുളക് അടുപ്പിലിടുക. ആ അടുപ്പിൽ നിന്ന് വരുന്ന മുളകിൻ്റെ ചൂര് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ചൂരേ ഉണ്ടാവില്ല, ചിലരെ ഒഴിഞ്ഞിട്ടാൽ ദുർഗന്ധമേ ഉണ്ടാവും. മനസ്സും ദ്രവ്യവും ചേരുമ്പോൾ ദ്രവ്യത്തിന്റെ സ്വഭാവത്തെ മനസ്സു മാറ്റുന്നു എന്ന ചിരന്തനമായ സത്യം. ജലത്തിന്റെയും അന്നത്തിന്റെയും കാര്യത്തിൽ ആശ്രയദോഷം സർവാധികൃതമായ ദോഷമായിരിക്കുന്നു. പരീക്ഷിച്ചിട്ട് വിശ്വസിച്ചാൽ മതി. പറഞ്ഞത് കേട്ട് അന്ധമായിട്ടൊന്നും വിശ്വസിക്കണ്ട. വീട്ടിൽ പോയി നോക്കിയിട്ട് മതി. തിരക്കൊന്നും കൂട്ടണ്ട. പരീക്ഷിച്ചിട്ടുള്ളവരുണ്ടാവുമല്ലോ, ഉപ്പൊഴിഞ്ഞ് അടുപ്പിലേക്ക് ഇട്ടാൽ പൊട്ടില്ല. ഉപ്പുകല്ലുകൾ ഒഴിഞ്ഞ് അടുപ്പിലേക്ക് ഇടുമ്പോൾ ഉപ്പുകല്ല് സാധാരണഗതിയിലൊന്ന് ഇട്ട് നോക്കുക, പൊട്ടും. മുളക് സാധാരണഗതിയിലൊന്ന് ഇടുക, മുളകിന്റെ ഞെട്ട് പറിച്ച് ഒരെണ്ണം ഇടുക. കനലിലേക്ക് വീണാൽ ആ പ്രദേശത്ത് നിൽക്കാൻ പറ്റില്ല. ഞെട്ടിന്റെ സ്ഥാനത്ത് 101 മുളക് ഒഴിഞ്ഞിട്ട് അടുപ്പിലേക്ക് ഇടുക, മണമുണ്ടാവില്ല. മനസ്സിനെ ബാധിക്കുന്ന വൈകല്യങ്ങളിൽ നിന്ന് മാത്രമാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. മനസ്സ് ദ്രവ്യത്തെ മാറ്റിമറിക്കുന്നതാണ്. ദ്രവ്യത്തിന്റെ ധനാണുക്കൾക്കും ഋണാണുക്കൾക്കും സർഗാണുക്കൾക്കും കൃഷ്ണാണുക്കൾക്കുമെല്ലാം അപ്പുറം
ദ്രവ്യത്തിന്റെ അതിസൂക്ഷ്മ തലങ്ങളിൽ പാരമണ്ഡലികളിലോളം കടന്നു ചെല്ലുന്നതാണ് മനസ്സ്. ഇതാണ് ഭാരതീയ ദ്രവ്യ സിദ്ധാന്തം. വ്യക്തിയുടെ മനസ്സ് ദ്രവ്യത്തെ അതിജീവിക്കുമ്പോൾ വ്യക്തിയുടെ മനസ്സിന്റെ ദൗർബല്യങ്ങളും കുഴപ്പങ്ങളും ഗുണങ്ങളും ദ്രവ്യത്തിലേക്ക് അനയിക്കപ്പെടുന്നു. ദ്രവ്യത്തിന്റെ മനസ്സ് വ്യക്തിയുടെ മനസ്സിനെ അതിജീവനം നടത്തുമ്പോൾ, ദ്രവ്യം വ്യക്തിയിലേക്ക് എത്തുമ്പോൾ ആ ദ്രവ്യത്തിന്റെ മനസ്സിനനുഗുണമായി വ്യക്തി പെരുമാറുന്നു. വ്യക്തിയുടെ മനസ്സ് മറഞ്ഞിരിക്കുന്നു. രണ്ടും ഒരു കുപ്പി ഒരുത്തൻ അടിച്ചാൽ തലയും കുത്തി നടക്കും ചിലപ്പോൾ. മനസ്സിലായില്ല? ചെല്ല് നാണം കുടുങ്ങിയിരിക്കും. അടിച്ചത് ഒരേ സാധനം, മനസ്സിലായി? ഒരേ ഷാപ്പിൽ നിന്നും അതിലൊരുത്തനൊരു മൂലയ്ക്ക് പോയി നാണം കുടുങ്ങിയായിട്ട് നിൽക്കും. കല്യാണ പെണ്ണ് നിൽക്കുന്നവർ വർത്തമാനമൊന്നും പറയാം. ഒരുത്തനടിച്ച് കാർഗിൽ പരുവത്തിൽ നിൽക്കുന്നു. എല്ലാം അടിച്ച് തെറിപ്പിച്ച് തൊഴിച്ച് നാനാവിധമാക്കി ചുറ്റും നിൽക്കുന്നവരോട് ബഹളമുണ്ടാക്കി സകല സാധനങ്ങളും തല്ലിയുടെ ചെയ്യുന്നു. മനസ്സിലായി? വേറൊരുത്തൻ അപ്പുറത്തേക്ക് മാറി ചുമ്മാ കിടന്നുറങ്ങുന്നു, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ. വേറെ ഒരുത്തൻ ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ലാത്ത പോലെ അടിക്കാതിരുന്നപ്പോൾ അടിച്ചവനെ പോലെ പെരുമാറുകയും അടിച്ചു കഴിഞ്ഞ് ശാന്തമായി പെരുമാറുകയും സത്യം പറയുകയും സ്നേഹിക്കുകയും ചുംബിക്കുകയും ചെയ്യും. മനസ്സിലായില്ല? ഇങ്ങനൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല? ഒരേ സാധനം 10 പേർക്ക് മേടിച്ചു കൊടുക്കുക, 10 തരത്തിലാണ് ഇത് അവനിൽ പെരുമാറുന്നത്. ദ്രവ്യം എങ്ങനെയൊക്കെ പെരുമാറും. ദ്രവ്യത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും പഠിച്ചിട്ട് ജീവിക്കണം. ദ്രവ്യത്തെയും മനസ്സിനെയും തിരിച്ചറിയാതെ ഒരു ജന്മം പാഴാക്കുക. ദ്രവ്യം ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കാൻ, ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ, ഉപയോഗിച്ചതിൻ്റെ ഫലം കൊയ്തെടുക്കാൻ ദ്രവ്യത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഗുണവും വീര്യവും വിഭാഗവും രസവും ഒക്കെ അറിയണം. അല്ലാതെ ടാക്സോണമിയും പഠിച്ച് ദ്രവ്യത്തിനകത്ത് സ്റ്റീറോൾ ഉണ്ടോ, ബീറ്റാ സ്റ്റീറോൾ ഉണ്ടോ എന്നൊക്കെ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ദ്രവ്യത്തിനകത്തുനിന്ന് അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ വേർതിരിച്ചെടുത്താൽ മരുന്നാവുമോ ആവുകയില്ലയോ എന്നുള്ളതല്ല. ഒരു ദ്രവ്യത്തിനകത്ത് സമഗ്രമായിരിക്കുന്ന വിഭൂതി എന്താണെന്ന് ദ്രവ്യത്തിൻ്റെ ദേവതയുമായി സംവേദനം നടത്തി ആ ദേവതയെ ഉപയോഗിച്ചുകൊണ്ട് ആ ദ്രവ്യം കൊണ്ടൊരു കുടുംബവും കൂട്ടായ്മയും ഒരു ലോകവും ധനവും കെട്ടിപ്പടുക്കാൻ കഴിയുമെങ്കിൽ ദ്രവ്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ആദി ഭൗതികങ്ങളും ആദി ദൈവികങ്ങളും ആധ്യാത്മികങ്ങളും അനുഭൂതി സന്ദായകങ്ങളുമാണ്. ദ്രവ്യത്തിന്റെ വിരലടയാളം തിരിച്ചറിയുവാനും ദ്രവ്യത്തിൽ അധിവസിക്കുന്ന ദേവതയെ പുറത്തു കൊണ്ടുവരുവാനും ദൈവനിർദ്ദിഷ്ടമായിരിക്കുന്ന അതിൻ്റെ മസ്തുളങ്കത്തെ ഉപയോഗിക്കുവാനും തദ്വാര ദ്രവ്യം ഉപയോഗിച്ചൊരു ലോകം കെട്ടിപ്പടുക്കുവാനും കഴിയുമ്പോഴാണ് ഒരുവൻ ദ്രവ്യനിശ്ചയമുള്ളവനായിത്തീരുന്നത്. ദ്രവ്യനിശ്ചയം വരുന്നവൻ മാത്രമേ ഭിഷഗ്വരനാവൂ. അത് അയാളിലുള്ളതുമാകാം, ഈ ദ്രവ്യത്തിൽ നിന്ന് വന്നതുമാകാം. അപ്പൊ ദ്രവ്യസഞ്ചയങ്ങളെ കൃത്യമായി അറിയാൻ, പഴയ കാലത്ത് വീട്ടിൽ പ്രശ്നങ്ങളില്ലായിരുന്നത് എന്താണ്? കുറെ ദിവസമായിട്ട് ഒരുത്തൻ ബഹളമാണ്. വീട്ടിൽ വന്നാലാകപ്പാടെ ബഹളമയമാണ്. അമ്മ ആലോചിച്ച് നോക്കി, നേരെ പോയി ഒരു കൊടിത്തുവയുടെ വേരെ ഒടിച്ചെടുത്തു,
ഒരു ലേശം ചെറുനാരങ്ങയുടെ ഇല പറിച്ചെടുത്തു, ഒരല്പം ചുക്കെടുത്തു, കായമെടുത്തു, ഇന്ദുപ്പെടുത്തു. കായവും ഇന്ദുപ്പും ചുക്കും കൂടെ ഒന്ന് വറുത്തു. അതെല്ലാം കൂടി വേലി ചേർത്ത് ഭംഗിയായിട്ടൊന്ന് അരച്ചു, ചമ്മന്തിയാക്കി. ബാക്കിയുള്ളവരെയൊക്കെ ഊട്ടിപ്പെറുക്കി വിട്ട് ഇവനെ വിളിച്ച് സ്പെഷ്യലായിട്ടിരുത്തി കൊശിത്തീറ്റ. ഖുശി എന്നുള്ളതാണ് ഈ കൊശിത്തീറ്റ. മനസ്സിലായില്ല? പഴയകാലത്ത് അങ്ങനെയാ പറയാ. തൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് സ്പെഷ്യലായി ഉണ്ടാക്കി അവനെ മാത്രമായിട്ടിരുത്തി ഇത് പതുക്കെ നാക്കെ തേച്ചു കൊടുത്ത് കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ ഇതുവരെ എല്ലാവരുമായി അടികൂടിയവൻ ഇപ്പോൾ സമാധാനമായി കളിക്കുകയും ചിരിക്കുകയും ഇരിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടിസാണെന്ന് പറഞ്ഞും മറ്റതാണെന്ന് പറഞ്ഞും മണ്ണാങ്കട്ടയാണെന്നും പറഞ്ഞും ഇതിനെയും ചുമന്നുള്ള ക്യൂവിലും നിന്ന് ഈ ജീവിതം മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് തിരുവലം കൊട്ടി ഒരു ജന്മം പാഴാക്കി എത്രയോ പെമ്പിള്ളേരും ആമ്പിള്ളേരും നടക്കുന്നു. നല്ല തള്ളയ്ക്ക് പറക്കണം. ദ്രവ്യമറിയണം. തൻ്റെ കുഞ്ഞ് അരിവാരി തിന്നുന്നു, മണ്ണ് പൊളിച്ച് തിന്നുന്നു, മുറത്തിൽ പേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മുറത്തേൽ പറ്റിയിരിക്കുന്ന ചാണകം പൊളിച്ച് തിന്നുന്നു. അമ്മ നോക്കി അടുപ്പിന്റെ പൊക്കത്തിലെ കരിയെടുത്തു, ഇല്ലനക്കരി, കരിക്കും വെള്ളത്തിൽ തിളപ്പിച്ചു. 4 നേരം മോനല്ലെങ്കിൽ മോൾക്ക് കുടിക്കാൻ കൊടുത്തു. 2 നേരം കഴിഞ്ഞപ്പോൾ ശാന്തമായി. വേണ്ടത്ര ബ്ലഡ്, ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ് ആരും പരിശോധിച്ചില്ല. ലുക്കീമിയാണെന്ന് സർട്ടിഫിക്കറ്റ് തന്നില്ല, പേടിപ്പിച്ചില്ല, കീമോ എടുത്തില്ല, ചത്ത് തെക്കേ പറമ്പിൽ കുഴിച്ചിട്ടുമില്ല. അതൊക്കെയായിപ്പോൾ ഈ കൈപൊക്കിയ കൂട്ടത്തിലുള്ളത്. അവർക്കറിയാം ഇത്രയൊക്കെ സൂക്ഷ്മമായി ദ്രവ്യത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് അന്നം വഴി കടന്നു പോകുമ്പോൾ അന്നവും അഗ്നിയുമായ ബന്ധം അറിയാവുന്നതുകൊണ്ടാണ് അവർ തീ കത്തിക്കുമ്പോൾ തന്നെ തീരുമാനിക്കും 10 പേര് ഉണ്ണാനുണ്ടാകുമെന്ന്. അല്ല, ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടാണ്. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അന്ന്. നിങ്ങളുടെയൊക്കെ അമ്മൂമ്മയ്ക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിട്ട് അവർ ആഹാരം പാചകം ചെയ്ത് വെച്ച് വീട്ടിലേക്ക് കയറി വരുന്നവൻ ഉച്ച സമയമാകുമ്പോഴേക്ക് കയറി വരുമ്പോൾ ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി, ഉണ്ടാകുമോ ഇല്ലയോ എന്ന് സംശയമൊന്നും ചോദിച്ചില്ല. വരുന്നവനും അറിയാം, ഇരിക്കുന്ന തള്ളമാർക്ക് ഇത് അറിയാവുന്ന. അതുകൊണ്ട് അവൻ കയറി ഇരുന്ന് കയ്യും കഴുകി സുഖമായിട്ട് മൃഷ്ടാനം അടിച്ച് ഏമ്പക്കവും വിട്ടേ അവൻ പോവുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായില്ല? ഇപ്പം നിങ്ങൾ കയറി ചെന്നാലും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരുത്തം കയറി വന്നാലും അവനറിയാം ഇത്തരം സിദ്ധികളൊന്നും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കില്ല. അതുകൊണ്ട് മാത്രമല്ല ഇവളുമാർ അവിടെ കിടന്ന് വെള്ളം വെക്കുമെന്നും ഇവൻ പാവം ഓടിപ്പോയി ഇനി മാരുതി എടുത്തു പോയി ഹോട്ടലിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് വേണം തരാനെന്നും അറിയാവുന്നതുകൊണ്ട് കഴിച്ചില്ലെങ്കിലും കഴിച്ചതാന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോകും. പോയി കഴിയുമ്പോൾ ഒരു ദുഃഖാവും, കൊടുത്തു വിടണമായിരുന്നു എന്ന്. നീയല്ലേ ഇല്ലെന്ന് പറഞ്ഞത്, ഞാനതുകൊണ്ടാണ് നിർബന്ധിക്കാത്തത്. എന്നാലും പറയാമായിരുന്നു, നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് 2 പേർക്കുള്ളത് മിച്ചം വന്നു, 4 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു. നീയല്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി പറയാതിരുന്നു. നിങ്ങൾ അത്രയ്ക്കൊന്നും പറയണ്ട, നിങ്ങൾ ആർക്കും കൊടുക്കുന്ന ഇഷ്ടമുള്ള ആളൊന്നുമല്ല. പിന്നെ അതിനെപ്പറ്റി ഒരു വഴക്കം ഉണ്ടാകും. പോയി കഴിഞ്ഞു. എന്താ ഡോക്ടറെ വല്ലാതെ ചിരിക്കും? ഞാൻ നിങ്ങളുടെയൊക്കെ പരിയമ്പുറത്ത് കുറേ കാലമായി അലയുന്നതാണ്. അതുകൊണ്ടാണ് എന്നെ നിങ്ങൾ കാണാറില്ലെന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ ശ്വാന തിരസ്കരണി എന്ന് പറയുന്ന ഒരു മന്ത്രം അറിയാം. അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് പട്ടിയായിട്ട് മാറും. അപ്പം അതിലേക്ക് നടക്കാമല്ലോ. ഇതിൻ്റെ പേര് തിരിച്ചറിയാൻ വേണ്ടി പിന്നീട് സ്വാമിയുടെ ദേഹം പൊള്ളിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പട്ടിയുടെ പുറം പൊള്ളിക്കുകയൊന്നും ചെയ്യരുത്. കാരണം ഒരുത്തൻ ഉടനെ ആലോചിച്ച് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന പട്ടിയെ നമുക്കൊന്ന് പൊള്ളിച്ച് വിട്ട് നോക്കാം. പിന്നെ വരുമ്പോൾ സ്വാമി പ്രഭാഷണത്തിന് വരുമ്പോൾ ഒന്ന് നോക്കിയാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് അവർക്ക് ദ്രവ്യത്തെക്കുറിച്ച് അറിയുന്നത് കൊണ്ടാണ്. ഇതവർക്ക് ദ്രവ്യത്തിലെ അന്തർലീനമായിരിക്കുന്ന ദേവതയെയും മനസ്സിനെയും തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അന്നമാണ് മനസ്സെന്ന് അവർക്കറിയുന്നത് കൊണ്ടാണ്.
അന്നം എത്ര സൂക്ഷ്മമാകുന്നുവോ അത്ര കണ്ട് ബന്ധമുറയ്ക്കുകയും ചെയ്യും. അന്നം വഴിയാണ് മനസ്സും തമ്മിലുള്ള ബന്ധം. അന്നം വീട്ടിലെ അടുക്കളയിൽ നിന്നതോടുകൂടി കുടുംബ ബന്ധങ്ങൾ നശിച്ചു. മറ്റൊരു ദിശയാണ് കൂട്ടുകാർ തമ്മിലുള്ള ബന്ധം കൂടി. കാരണം അവരൊന്നിച്ചിരുന്ന ഹോട്ടലിൽ കഴിക്കുന്നത്. മനസ്സിലായില്ല? ഒന്നിച്ച് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നവർ, ഒന്നിച്ച് കുടിക്കുന്നവർ, ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം കൂടി. 1000 രൂപ ഒരുത്തന് കൈക്കൂലിയായിട്ട് കൊടുക്കുക, തൃപ്തനാവില്ല. മറിച്ച് അവനെ വിളിച്ച ക്യാൻറ്റീനിലേക്ക് പോയിരുന്നൊരു ചായ ഒന്നിച്ച് കുടിക്കും. കാര്യം ഈസി ആയിട്ട് സാധിച്ചു തന്നു വിടും. മനസ്സിലായില്ല? അവൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കുടിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പോരുന്ന ആളുകൾ, കാരണം എന്താ വെച്ചാൽ ചായ കുടിക്കാൻ അവൻ്റെ കൂടെ ഇരിക്കില്ല, വേണ്ട കാശങ്ങ് കൊടുത്തേക്കാം. അപ്പോൾ വലിയ തുക കൊടുക്കണം. അതാണ് ചില മാനേജർമാരും ചില ഓഫീസർമാരും ഒക്കെ ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇരിക്കുമ്പോൾ അവൻ പോയ കാര്യം ഈസി ആയിട്ട് സാധിച്ചുകൊണ്ടിരുന്നു. അവൻ അതിനകത്തോട്ട് ചെന്നു, സ്നേഹമായി കൂടി, സാറെന്നൊക്കെ വിളിച്ചു, കൂട്ടായി. ഇപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സല്യൂട്ട് അടിക്കും. ആ പരുവത്തിലായി. വിളിച്ചുകൊണ്ട് ക്യാൻറ്റീനിൽ പോവും, ഒരു ചായ കുടിക്കും, പുട്ടടിക്കും. അന്ന് കാര്യമൊന്നും പറയില്ല. 2-3 പ്രാവശ്യം ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു, കിട്ടിയാ അതിനെന്താ പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ച് തപ്പെന്ന് കാര്യം സാധിച്ചെന്ന് വിടും. അവിടെ കാത്തു നിൽക്കാനൊന്നും സമ്മതിക്കില്ല. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് കുറച്ചുകൂടെ എളുപ്പമാവും ഒന്നിച്ചൊരു പെഗടിച്ചാൽ. അവിടെ അടിക്കാത്തവൻ ചിലപ്പോൾ പെഗടിച്ച് പഠിക്കും ഈ കാര്യം സാധിക്കാൻ. മറിച്ച് 1,00,000 രൂപ കൈക്കൂലി കൊടുത്താൽ അത്രയും വേഗത്തിൽ ഈ കാര്യം നടക്കുകയില്ല. ശരിയല്ല? കാരണം അന്നം ഉണ്ടാക്കുന്ന മനസ്സിന്റെ വിഭൂതി വിചിത്രതരം. പണമാണ് നിങ്ങൾ കൊടുത്ത് കാര്യം സാധിക്കാൻ പോയതെങ്കിൽ പിന്നെ നിങ്ങൾ ചെല്ലുമ്പോൾ 10 പ്രാവശ്യം കാണാതാവും ആളിനെ. അവസാനം അയാൾ വേറൊരു ഓഫീസറോട് പറയും, ഇന്ന പോലൊരു കക്ഷി വരും, ഞാൻ ലീവാണെന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് ഏറ്റവും മേടിക്കാവുന്നിടത്തോളം മേടിച്ചോ, കയ്യിലുള്ളത് ഇഷ്ടം പോലെയാണ്, പണ്ട് ഞാൻ മേടിച്ചതായതുകൊണ്ട് അത് ഫ്രീ ആയിട്ട് കിട്ടാനാണ് വരുന്നത്, അങ്ങനെ വിടേണ്ടതില്ല. ആളൊരു പരമദുഷ്ടനാണ് എന്നല്ല, പരമയാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, കാരണം എന്താ വെച്ചാൽ മേടിക്കാവുന്ന മാക്സിമം മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവൻ മുങ്ങും ഓഫീസിൽ. മനസ്സിലായില്ല? നേരെ മറിച്ച് ചായ ഒന്നിച്ച് കുടിച്ചതാണെങ്കിൽ, ഇരിക്കുക ഞാനിന്ന് കുറച്ച് തിരക്കിലാണ്, എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല, സ്വല്പം നേരം ഇരിക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് ഇരുത്തിക്കഴിഞ്ഞാൽ മറ്റേ ആളിനോട് എന്തെങ്കിലും ഒരു സൗഹാർദ്ദമൊക്കെ പറഞ്ഞ് നാളെയാക്കാൻ നമ്മുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കാൻ ഒന്നിച്ചു വരും. അന്നം വല്ലാത്ത ബന്ധം ഉണ്ടാക്കുന്നതാണ്. അതാണ് പഴയ ആളുകൾക്ക് അറിയുന്നത്. അതുകൊണ്ടാണ് അവർ കപ്പ പറിക്കുമ്പോഴും ചേന പറിക്കുമ്പോഴും ഒക്കെ ബന്ധങ്ങൾ ഉറപ്പിക്കുന്നത്, ഇതിൻ്റെ ഓരോ കഷ്ണം അവിടെ എത്തിച്ചു കൊടുക്കുന്നത്. മനസ്സിലായില്ല? ഒരു ചക്ക ഇട്ടാൽ ഒരു മുറി അപ്പുറത്ത് കൊടുക്കുന്നത്. ഒരു ചക്കയ്ക്ക് ഇത്രയും വിലയൊന്നുമില്ല, അതിൻ്റെ വില കണക്കാക്കിയിട്ടല്ല, ബന്ധം. അതുകൊണ്ടാണ് അപ്പുറത്തൊരാൾ പെൺകുട്ടിയെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഇഡലിയും ദോശയൊക്കെ എടുത്ത് അവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് വിളമ്പി കൊടുത്ത് അവരോടൊപ്പം കളിച്ച് ചിരിച്ച് തിരിച്ച് തങ്ങളുടെ പാത്രം എടുത്ത് കൂളായിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ ആ ബന്ധമൊന്നും മറന്നു പോകാൻ പറ്റില്ല. അന്നമാണ് മനസ്സ്. ഇത് വളരെ വിപുലമായ പാഠമാണ്. ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ, പക്ഷെ എങ്കിലും നിങ്ങൾക്ക് അറിയാൻ ഒരല്പം. അന്നത്തിന്റെ വിഭൂതികളെ അറിയുമ്പോൾ അന്നം കൊണ്ടുണ്ടാക്കുന്ന ബന്ധങ്ങൾ ജീവജാലങ്ങളോട് മുഴുവൻ. ദിവസേന രാവിലെ ഒരു ജീവിക്ക് അന്നം നിങ്ങൾ കൊടുത്തു നോക്കൂ, അത് നിങ്ങളെ കാത്തിരിക്കും. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് ആഹാരം കഴിക്കില്ല. നിത്യവും പശുവിനെ, പൂച്ചയെ, പട്ടിയെ ഒക്കെ വളർത്തുന്ന ആളുകളോട് ചോദിച്ചാൽ മതി, അവരാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ആഹാരം കഴിക്കില്ല. വേറുള്ളവരും കൊണ്ട് കൊടുത്താൽ എടുക്കും. അതിന് ആഹാരം കൊടുത്ത ഒരാൾ മരിച്ചു പോയാൽ ചിലപ്പോൾ ആ സെക്കൻഡിൽ അതും മരിക്കും. ചിലപ്പോൾ അത് പട്ടിണി കിടന്ന് മരിക്കും. ഒരു എയർപോർട്ടിൽ ഒരു പട്ടി എന്ന് വെട്ടി അതിനെ കയറ്റിക്കൊണ്ടു പോകാൻ സമ്മതിച്ചില്ല.
എയർബസിൽ. ടിക്കറ്റെല്ലാം എടുത്ത് കയറ്റിക്കൊണ്ടു പോകാൻ സമ്മതിച്ചില്ല. ഉടമ ഫ്ലൈറ്റിൽ കയറിപ്പോയി. ഫ്ലൈറ്റ് തകർന്നു പോയി. 3 വർഷത്തോളം ആ എയർപോർട്ടിൽ അതേ ശബ്ദമുള്ള വിമാനം വന്നിറങ്ങുമ്പോഴെല്ലാം തൻ്റെ യജമാനെ കത്ത് പഠിക്കലെത്തി പട്ടിണി കിടന്ന് ചത്തൊരു നായയുടെ കഥയുണ്ട്. ആരോ എയർപോർട്ട് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥൻ എഴുതിയതാണ്. വീക്ഷിച്ചിട്ട് അന്നവും മനസ്സും തമ്മിൽ അത്രയേറെ ബന്ധമുണ്ട്. നമുക്ക് എത്ര പേർക്കറിയാം? കാശ് കൊടുത്താൽ കിട്ടുന്നതാണ് അന്നം. ആ കൈവക്കിയ ആളുകളിൽ പലരും 4 മണിക്ക് എത്തുമ്പോഴേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് മുഖ്യം, അല്ലെങ്കിൽ അല്പം നെയ്യ് ഒഴിച്ച്, അല്ലെങ്കിൽ അല്പം നെയ്യിലോ വെളിച്ചെണ്ണയിലോ വീട്ടിലെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ, പഴയകാലത്ത് ചീനച്ചട്ടി തന്നെയാണ്, ഇവിടുത്തെ ഇരുമ്പല്ല, ചൈനയിൽ നിന്ന് വന്ന സാധനം തന്നെയാണ്, അതിനകത്ത് നല്ല മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയ, അല്ലെങ്കിൽ പപ്പടം കാച്ചിയ, അല്ലെങ്കിൽ കൊണ്ടാട്ടം വറുത്ത ആ എണ്ണ ചേർത്ത് നല്ല ഭംഗിയായി ചോറ് കുഴച്ച് ഉരുട്ടി ഉരുളകളാക്കി വെച്ചേക്കും 4 മണി വിട്ട് വരുമ്പോൾ ഇവന് കൊടുക്കാൻ. ആ എണ്ണയും ആ അന്നവും കടന്നു പോകുമ്പോൾ ഏതൊരിണങ്ങാത്ത പൂച്ചയും ഏതൊരിണങ്ങാത്ത ജീവിയും എണ്ണ കൊടുക്കുമ്പോഴാണ്. ഏത് കുത്തുന്ന കാളയും കയ്യിൽ ഉപ്പ് തെച്ചോ അല്പം ശർക്കര ഭക്ഷണത്തിൽ ചേർത്തോ 4 നേരം കൊടുത്തു കഴിയുമ്പോൾ അവൻ നിങ്ങളെ കുത്തില്ല. അന്നമെന്തെന്നും ദ്രവ്യമെന്തെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ മാസ്മരികതയിൽ ആ അന്നത്തിന്റെ ബന്ധങ്ങളിലൂടെ കുട്ടികളെ കൊണ്ടുപോകണമെന്നും പഠിച്ച അസ്മാദൃശ്യരായ അമ്മമാർ ദ്രവ്യത്തെക്കുറിച്ചുള്ള ഈ ഭാഗം മുഴുവൻ അപ്രിയങ്കരായ മഹാതേജസ്വികളായ ആ പൂർവ്വമാതാക്കളുടെ പാദങ്ങളിൽ നമുക്ക് തൽക്കാലം സമർപ്പിക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അന്നത്തെക്കുറിച്ച് ഇങ്ങനെ വല്ലതുള്ള വിചാരമുണ്ടോ? വിശക്കുമ്പോൾ തിന്നാനുള്ളതന്ന, വിശക്കുന്നതിന് തിന്നാനുള്ളതല്ല, മനുഷ്യ മനസ്സിനെ മാറ്റിമറിക്കുന്നതന്ന. ചില വീടുകളിൽ നിന്നൊരു അല്പം കഞ്ഞിയോ അല്പം ചോറോ ഒരു പച്ചക്കറി വേവിച്ചതോ അതുപോലൊരു സ്ത്രീ വിളമ്പിത്തന്ന് അത് കഴിച്ചിട്ട് പോന്നു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളിലൂടെ പോകുമ്പോഴെല്ലാം അങ്ങോട്ട് ആരോ ആനയിക്കുന്ന പോലെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന പോലെ പോകും. അന്നം കൊണ്ട് നേടാൻ പറ്റാത്തതൊന്നുമില്ല. അന്നം ഏതൊരു അഗ്നിയിൽ ഏതൊരു വൈശ്വാനരനിൽ സമർപ്പിക്കുന്നുവോ അത് യജ്ഞമാണ്. ആരുടെ ഉദരത്തിലായാലും ആനയെ ദാനം ചെയ്യുമ്പോൾ, കുതിരയെ ദാനം ചെയ്യുമ്പോൾ, കോടി കന്യകകളെ ദാനം ചെയ്യുമ്പോൾ, ഭൂമി ദാനം ചെയ്യുമ്പോൾ ഒക്കെ അധികാരി നോക്കണം. അന്നദാനത്തിന് അധികാരിയില്ല. കള്ളനായാലും കരിഞ്ചത്തക്കാരനായാലും പൂഴ്ത്തിവെപ്പുകാരനായാലും ഏതവനായാലും അന്നം ദാനം ചെയ്യാം. അന്നദാനം മഹാദാനമാണ്. ഏതൊരുവന്റെ വൈശ്വാനരിൽ അന്നം കത്തുമ്പോഴും ആ ഹവിസ് നിങ്ങളുടെയും നിങ്ങളുടെ തലമുറകളുടെയും ആനന്ദത്തിനുള്ളതാണ്. പരമ്പരാഗതവും പാരമ്പര്യപൂർവകവും പ്രവാഹനിത്യവുമായ മനസ്സിന്റെ
അനുസ്യൂതതയ്ക്ക് അന്നത്തിന്റെ തുടർച്ചയേക്കാൾ വലുതില്ല. അന്നം അതുകൊണ്ട് സർവോപരിയാണ്. ഇത്രയും നമ്മൾ അറിഞ്ഞാൽ ദ്രവ്യത്തെ ഉപയോഗിക്കാനും ദ്രവ്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഉപയോഗിച്ച് ആനന്ദമടയാനും കഴിയും. ശ്രമിച്ചു നോക്കാം. നമുക്കതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് മെല്ലെ കിടക്കാം. അന്നം മാത്രമായൊരു അങ്ങനെ വേണ്ടതാണ്. അന്നവും അന്നാദനും. അതുകൊണ്ട് ഇത് പറഞ്ഞത് 16 കലകൾ, ഷോഡശ കലകൾ. ആ ഷോഡശ കലകളിൽ 4 മാതാപിതാക്കളുടെ ആഹാര സൂക്ഷ്മത്തിൽ നിന്ന്, അങ്ങനെ 8. അതിലേക്ക് വന്നു ചേർന്ന ആത്മാവിൻ്റെ 4, ആത്മാവിരിക്കുന്ന ആശയത്തിൻ്റെ 4, അങ്ങനെ 16 ഭൂത തന്മാത്രകൾ. ഇതെല്ലാം കഴിച്ച ആഹാരത്തിൻ്റെ സൂക്ഷ്മ തന്മാത്രകളാണ്. ആത്മാവിനെ സംബന്ധിച്ചുള്ളവ പൂർവജന്മ കർമ്മങ്ങളുമാണ്. ആത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞു കേട്ടും പൂർവജന്മ കർമ്മങ്ങളുടെ വൈവിധ്യത്തിലാണ്. ശരീരവും മനസ്സും പൂർവജന്മാർജിതമാണ്. മനസ്സാണ് പ്രവാഹനിത്യതയുള്ളത്, കാരണവും ബൗദ്ധിക വ്യതിയാനങ്ങൾക്കും മറ്റും കാരണമായി ഉള്ളത് രജസും തമസ്സുമാണ്. അത് മനസ്സുമായി ബന്ധപ്പെട്ടതുമാണ്. അതീന്ദ്രിയൈസ്തൈർ അതിസൂക്ഷ്മരൂപൈരാത്മാഗതാചിൻ നവിയുക്തരൂപഃ ന കർമ്മണാ നൈവ മനോമതിഭ്യം ന ചാപ്യഹങ്കാരവികാരദോഷൈഃ രജസ്തമോഭ്യം ഹി മനോനുബദ്ധം ജ്ഞാനം വിനാ തത്ര ഹി സർവദോഷാഃ ഗതിപ്രവൃത്യുസ്തു നിമിത്തമുക്തം മനസ്സദോഷം ബലവച്ച കർമ്മ എന്നാണ് ഇതിന് പ്രമാണം പറയുന്നത്. അതീന്ദ്രിയൈസ്തൈരതിസൂക്ഷ്മരൂപൈ ആത്മാഗതാചിന്നവിയുക്തരൂപഃ ന കർമ്മണ നൈവ മനോമതിഭ്യം ന ചാപ്യഹങ്കാരവികാരദോഷൈഃ രജസ്തമോഭ്യം ഹി മനോനുബദ്ധം ജ്ഞാനം വിനാ തത്ര ഹി സർവദോഷാഃ ഗതിപ്രവൃത്യുസ്തു നിമിത്തമുക്തം മന സദോഷം ബലവച്ച കർമ്മ. കർമ്മങ്ങളിലൂടെ വന്ന നിലയിൽ സൂക്ഷ്മഭൂതങ്ങളോടും പൂർവകർമ്മങ്ങളോടും മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നീ വികാരദോഷങ്ങളോടും വേറിട്ട് പോകാനാവില്ല. ഇത് ചെറുപ്പത്തിലെ മനസ്സിലാക്കിയാൽ വിനയം ഉണ്ടാവും. പൂർവ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഞ്ചരിക്കുന്നത്. അവയിൽ പലതിനും പ്രായശ്ചിത്തവും പശ്ചാത്താപവും ഒക്കെ അനിവാര്യമാണെന്നും അവയെ ശുദ്ധീകരിച്ചു മാത്രമേ പൂർണ്ണ വിജയം കൊയ്യാൻ കഴിയുകയുള്ളൂവെന്നും ജയാപജയങ്ങളും ലാഭനഷ്ടങ്ങളുമെല്ലാം എഴുതി വെച്ചവയാണെന്നും മനസ്സിന്റെ സാമൂഹികതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏറ്റവും വലിയ സന്ദേശം മനസ്സും സമൂഹവുമാണ് വിഷയം.
സമൂഹം ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം എല്ലാം നന്നായി നടക്കില്ല. പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിൽ മനുഷ്യനെ കൂട്ടി ട്രെയിനിങ് കൊടുത്ത് കേഡറുകളാക്കി കൃത്യമായി കൊണ്ടുപോയാൽ പോലും മനസ്സീ നിബന്ധനകൾക്കകത്ത് നിൽക്കില്ല. മതങ്ങളായും ജാതികളായും വർഗങ്ങളായും വർണ്ണങ്ങളായും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായും സംഘടനകളായും ട്രസ്റ്റുകളായും ഒക്കെ നിങ്ങൾ ചേർന്നിട്ട് ഇന്ന് വരെ അഡ്മിഷൻ ഫീസും മാസവരിയും കൊടുത്ത് ചേർന്നിട്ട് ചേർച്ചയുടെ ഒരു തലം കഴിഞ്ഞാൽ ചേരാൻ പറ്റുകയില്ല എന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ എല്ലാ മതങ്ങൾക്കകത്തും വിമതന്മാർ ചേരുന്നു, ആശ്ലേഷിക്കുന്നു, മീറ്റിംഗ് കൂടുന്നു. എൻ്റെ ആശയങ്ങളുമായി അവൻ വിമതനാണെന്നും അവൻ്റെ ആശയങ്ങളുമായി ഞാൻ വിമതനാണെന്നും അറിഞ്ഞുകൊണ്ടൊരു സംഘടനയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അതിൽ നിന്ന് അവരിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ അന്യരാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതേ മനസ്സ് ആ ചേർച്ചയുടെ മമത കൊണ്ട് ഒന്നിച്ചു നിന്ന് തെറിവിളിക്കുന്നു. പത്രപ്രസ്താവനകൾ കൊണ്ടോ മറ്റുള്ളത് കൊണ്ടോ ഇത് നിൽക്കില്ല. കാരണം ഇത് മനസ്സാണ്. അച്ഛനും മകനും മകളും ഒക്കെ മനസ്സിന്റെ ഈ വ്യതിരിക്തതകളിൽ എത്തുമ്പോൾ അഭിപ്രായ ഭിന്നമാകും. ഇതെന്റെ ഭാര്യയാണ്, നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ മാത്രം. ഇതെന്റെ ഭർത്താവാണ്, ഞാൻ ഈ പരിചയപ്പെടുത്തിയ ഒരു നിമിഷം. അറുപത് കൊല്ലത്തെ 50 കൊല്ലത്തെ 25 കൊല്ലത്തെ 30 കൊല്ലത്തെ 40 കൊല്ലത്തെ ഈ ജീവിതത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത നിമിഷങ്ങളാണ് വളരെ കുറവ്, എണ്ണി തീർക്കാവുന്നത്. ഞാൻ ഇന്ന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ്, ഇവൻ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രസിഡന്റായിട്ട് 25 കൊല്ലമായി. ഈ 25 കൊല്ലവും ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ കൂട്ടലും കിഴിക്കലും മാത്രമാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ നടന്നിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചാണ്. നിങ്ങൾ ഈ അത്ഭുതത്തോടെ എന്നെ നോക്കുന്നത് വളരെ വിഷമം. ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. ശരിയായതുകൊണ്ടാണ്. അത് ഭക്ഷണത്തിൻ്റെയാണ്. അതായത് 4 കലകൾ അമ്മ കഴിച്ച ആഹാരത്തിൽ നിന്നുണ്ടാകുന്നവ, 4 ഭൂതതന്മാത്രകളായ കലകൾ അച്ഛൻ കഴിച്ച ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന,
4 കലകൾ ആത്മാവ് വന്നു ചേരുന്ന ആത്മാവ് ഞാനായിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും ബീജങ്ങളുടെ സംയോഗവേളയിൽ വന്നു ചേരുമ്പോഴുണ്ടാകുന്നത്. ആ വന്നു ചേരുന്ന ആത്മാവിൻ്റെ ആശയത്തിനുള്ളത് 4. അങ്ങനെയാണ് 16 കല. അതുകൊണ്ടാണ് അതിൻ്റെ സമയം. ഇന്ന് നോക്കിയാൽ അറിയാം, അനേകം കുട്ടികൾക്ക് ഗുദമില്ല. അവിടെ ആ കലകൾ വന്നു ചേർന്നത് അതിൻ്റെ ആശയത്തിൽ സൂര്യനിൽ നിന്ന് വന്നു ചേരുമ്പോൾ സൂര്യഗ്രഹണ സമയത്തുള്ള ചർച്ചയിലാണെങ്കിൽ ഗുദമുണ്ടാവില്ല. സുശ്രുതൻ ഇത് ഗ്രഹണമാണോ മറ്റതാണോ എന്നൊക്കെ നോക്കുന്നുണ്ടോ? നാളുണ്ടോ, പക്കമുണ്ടോ, തീയതിയുണ്ടോ? ആകെ വല്ല ജന്മദിനമോ മറ്റോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിലുള്ളൊരു കലണ്ടർ ഉണ്ടെന്നല്ലാതെ ശരിയായൊരു ഋതു കലണ്ടറുണ്ടോ, ഒരു കാർഷിക കലണ്ടറുണ്ടോ, ഒരു ദിനാന്തരീക്ഷ സ്ഥിതിയുടെ പഠനമുണ്ടോ? പഴയ ആളുകൾക്ക് ഇതൊക്കെ അറിയും. ഇപ്പോൾ ഉടനെ നെറ്റിൽ കയറി ജ്യോതിഷം നോക്കും, അതിനകത്ത് കിടപ്പുണ്ടാവും അല്ലേ? അത് ഫേക്കും ആയിരിക്കും. അത് സർവത്ര എഡിറ്റ് ചെയ്യാവുന്ന വിക്കിപീഡിയ എന്ന് തന്നെ എടുക്കുകയും ചെയ്യും. വിക്കിപീഡിയ അല്ലേ അത്? ആർക്കും കയറി എഡിറ്റ് ചെയ്യാവുന്നത്. അവിടുന്ന് എടുക്കും. അതാണ് ചിലർ വന്നിട്ട് പറയും, അങ്ങയുടെ ചില ആളുകളോട് എന്ന് പറയും, ചില പ്രഭാഷകരോടൊക്കെ പറയും, പ്രൊഫസർ അങ്ങയുടെ ഒരു പടമൊക്കെ വിക്കിപീഡിയ കണ്ടു, ഗംഭീരരിയുന്നു, പകുതി കുരങ്ങും പകുതി അങ്ങുമായിട്ട്. ഇത് ഏത് കാലഘട്ടത്തിലെയാണ്? അതുപോലെയാണ് ഈ ആശയങ്ങളെ. Am I right? നമ്മളൊക്കെ വിക്കിപീഡിയ കയറുന്ന ഒരു രൂപയല്ലേ? വീട്ടിൽ പച്ചമുളക് മേടിക്കാൻ പീടിയെ പോയില്ലെങ്കിലും വിക്കിപീഡിയ പോകുമല്ലോ. ഞങ്ങൾ സ്വാമിമാരാണെങ്കിൽ പിന്നെ ഒരുപാട് സമയം ബാക്കിയുള്ളതുകൊണ്ട് ഇതിനകത്താണ് മിക്കവാറും. അപ്പൊ എന്തായാലും കർമ്മങ്ങളിലൂടെ വന്ന നിലയിൽ സൂക്ഷ്മഭൂതങ്ങളോടും പൂർവകർമ്മങ്ങളോടും മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നീ വികാരദോഷങ്ങളോടും വേറിട്ട് പോകാനാവില്ല. ജന്മാന്തര പ്രകൃതി, അതാണ് പലതും തട്ടിക്കളയുന്നത്. ചിലർ ഒട്ടും അനങ്ങാതെ കാര്യം സാധിച്ചുകൊണ്ട് പോകുന്നതും ചിലർ ബഹളം വെച്ച് ഒന്നും സാധിക്കാതെ ഇറങ്ങിപ്പോകുന്നതും ഇതുകൊണ്ടാണ്. ഒരു പ്രകൃതി ഉണ്ടാകും. അതുകൊണ്ടാണ് പ്രകൃതി അനുസരിച്ച് ദിനംതോറും വരുന്നതിന് വികൃതി എന്നും മൗലികമായുള്ളതിന് പ്രകൃതി എന്നും. പ്രകൃതി വാതജം, പിത്തജം, കഭജം, വാതപിത്തജം, വാതകഭജം, പിത്തകഭജം, വാതപിത്തകഭജം. അങ്ങനെ 7 തരത്തിലാണ്, 7 കോമ്പിനേഷൻസാണ്. പഴയ ആളുകൾക്കറിയാം, എൻ്റെ മോൻ വാദപ്രകൃതിയാണ്, എൻ്റെ മോള് പിത്തപ്രകൃതിയാണ്, അമ്മാവൻ വാദപിത്തപ്രകൃതിയാണ്, അച്ഛൻ പിത്തകഭപ്രകൃതിയാണ്. ഇതിനനുസരിച്ച് വേണം അവരോട് വർത്തമാനം പറയാൻ, ഇതിനനുസരിച്ച് വേണം ആഹാരം വിളമ്പാൻ, ഇതിനനുസരിച്ചുള്ള പാത്രത്തിൽ വേണം കൊടുക്കാൻ, ഇതിനനുസരിച്ച് വേണം വെള്ളം എടുത്തു വെക്കാൻ. ഇതൊക്കെ പഴയ ആളുകൾക്കറിയാം. അതുകൊണ്ട് അവരിത് യോജിപ്പിച്ചു കൊണ്ടുപോയത്. ഇന്നറിയില്ല. വർണ്ണം, സ്വഭാവം, ബലം, സ്നിഗ്ധത, ഇതൊക്കെ നോക്കി അറിയും. ആ പ്രകൃതിക്കനുസരിച്ചാണ് പഴയ ആളുകൾ പെരുമാറുന്നത്.
കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയും, ബയോകെമിക്കൽ അല്ല. എന്ന് പറഞ്ഞാൽ പോരാന്ന് തോന്നുന്നു. ആയുർവേദം അതിന് പറയുക കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ ദോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തി. ദിവസം നോക്കുമ്പോൾ കാലത്തെ കഫവും ഉച്ചയ്ക്ക് പിത്തവും വൈകുന്നേരം വാതവുമാണ്. രാത്രി നോക്കുമ്പോൾ രാത്രിയുടെ ആദ്യ ഭാഗം കഫവും മധ്യഭാഗം പിത്തവും അന്ത്യഭാഗം വാതവുമാണ്. അങ്ങനെ ഓരോന്നിനുമുണ്ട്, ഓരോ ദ്രവ്യത്തിനുമുണ്ട്. മനുഷ്യനുണ്ട്, അവൻ്റെ ബാല്യം കഫവും യൗവനം പിത്തവും വാർദ്ധക്യം വാതവുമാണ് ജനറലി. അതല്ലാതെ ചിലപ്പോൾ നേരത്തെ വാദപ്രകൃതിയായി ജനിച്ചാൽ നേരത്തെ വാർദ്ധക്യം വന്നു എന്നാണ്. അപ്പം അങ്ങനെയുള്ളതിനെ തിരിച്ചറിഞ്ഞ് അതിനനുഗുണമായ ആഹാരം, അതിനനുഗുണമായ പെരുമാറ്റം, ഇങ്ങനൊരു പ്രകൃതി ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ വേറിട്ട് കാണുന്നത്. അവൻ്റെ രൂപം വേറെ, ഭാവം വേറെ, സ്വഭാവം വേറെ, അവൻ്റെ പെരുമാറ്റം വേറെ, അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ വേറെ, ഇതെല്ലാം വേറെയാകുന്നത് ഇതുകൊണ്ടാണ്. ഇങ്ങനെ വേറിട്ട് സ്വഭാവങ്ങളുള്ള, വേറിട്ട് പെരുമാറ്റങ്ങളുള്ള, വേറിട്ട് ആഹാര കാര്യങ്ങളുള്ള വ്യക്തികളെ എല്ലാം ചേർത്ത് എല്ലാവർക്കും കൂടെ ഒരു തൊപ്പി എന്ന് പറഞ്ഞാൽ ആ തൊപ്പി ചേരില്ല. മനസ്സിലായില്ല? നിങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉദ്ധരിച്ച് അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും ഇന്ത്യയിലെയും സകല സ്ഥലത്തെയും മനുഷ്യന് കമ്പനികൾ ഒരേ സാധനം ഉണ്ടാക്കി നിങ്ങൾ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ആഹാരവും വസ്ത്രവും ഒക്കെ കൊടുത്ത് ആരോഗ്യമുണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് നടപ്പാവില്ല. മൗലികമായി തന്നെ അത് തെറ്റാണ്. ഇതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെയാണ് വളരെ വികാര ദോഷങ്ങളെ ഒന്നും വേറിട്ട് പോകാൻ പറ്റില്ല എന്നറിഞ്ഞ് മനസ്സ് സദാ രജസ്സിനോടും തമസ്സിനോടും ചേർന്നിരിക്കുന്നു. അജ്ഞാനദശയിലാണ് രജസ്സും തമസ്സും എല്ലാ വികാര വിക്ഷോഭങ്ങൾക്കും കാരണമാകുന്നത്. വൈകാരികമായ കാമനയും അത് നിറഞ്ഞ മനസ്സും ശക്തമായ കർമ്മങ്ങളുമാണ് പുനർജനിക്ക് തന്നെ കാരണമായിത്തീരുന്നത്. അതുതന്നെയാണ് നന്മയും തിന്മയും നിറഞ്ഞ കർമ്മങ്ങൾക്ക് കാരണവും.